നവരാത്രി പ്രമാണിച്ച് സംസ്ഥാനത്തിന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ബംഗളൂരുവിൽ നിന്ന് ഇന്ന് വൈകിട്ട് പുറപ്പെടുന്ന ട്രെയിൻ നാളെ രാവിലെ എറണാകുളത്തെത്തും. ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശിലാസനൽ, നവരാത്രി സമയത്ത് കൂടുതൽ അവധി ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ യാത്രാ സൗകര്യവും കൂടുകയാണല്ലേ? സംസ്ഥാനത്ത് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ട്രെയിൻ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തും. നവരാത്രി അവധി ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. നാളെ വൈകുന്നേരം 6:45-നാണ് പൂജവെപ്പ്. അപ്പോൾ പൂജ വയ്ക്കുന്നതിന് മുൻപ് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ബംഗളൂരുവിലുള്ള മലയാളികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലാണ് ട്രെയിനിന്റെ ക്രമീകരണം വന്നിരിക്കുന്നത്. നാളെ വൈകിട്ട് 6:45-ന് പൂജവെപ്പ്. പിന്നീട് അങ്ങോട്ട് ദുർഗാഷ്ടമിക്കും, മഹാനവമിക്കും, വിജയദശമിക്കും അവധിയും സംസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തെ അവധി ദിവസങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നു. അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ നാളെ രാവിലെ എറണാകുളത്ത് എത്തുകയാണ്. ഗോപാലുണ്ട് നമുക്ക്. ഗോപാൽ, നവരാത്രി ആഘോഷത്തിന് ബംഗളൂരു മലയാളികൾക്ക് നാട്ടിലേക്ക് എത്താൻ, എറണാകുളത്തേക്ക് എത്താൻ ട്രെയിൻ ആയല്ലോ. അതെ സുജിയ, വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ സമയത്ത് നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും കേരളത്തിൽ നിന്നുള്ള കർണാടകയിലെ ബാംഗ്ലൂരിലുള്ളവർക്കും യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. കാരണം ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുൻപേ തന്നെ ടിക്കറ്റുകൾ ഫില്ലാവുകയും പലരും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് തൂങ്ങി യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. അതിനൊരു പരിധിവരെയെങ്കിലും പരിഹാരമുണ്ടാകുന്ന ഒരു പ്രഖ്യാപനമാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:20-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പ്രത്യേക പൂജ സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുന്നുവെന്ന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഓൺലൈനായും കൗണ്ടർ വഴിയും ഇപ്പോൾ മുതൽക്കേ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഇതിനോടകം തന്നെ ടിക്കറ്റ് ബുക്കിംഗ് തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പൂജ സ്പെഷ്യൽ ട്രെയിൻ എറണാകുളം ബാംഗ്ലൂരു കന്റോൺമെന്റ്, അതായത് അത് ഇന്ന് വൈകുന്നേരം 4:20-ന് പുറപ്പെടുന്ന ട്രെയിനാണ്. നാളെ രാവിലെ 8:15 ബംഗളൂരു കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും. ഇതേ ട്രെയിൻ തന്നെ അടുത്ത ദിവസം ബംഗളൂരു കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം ജംഗ്ഷനിലേക്ക് രാത്രി 10:10-ന് പുറപ്പെടുന്നുണ്ട്. അതായത് ബാംഗ്ലൂരിലുള്ളവർക്ക് കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി 29-ാം തീയതി വൈകുന്നേരം, നാളെ വൈകുന്നേരം 10 മണിക്കാണ് ആ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടുന്നത്. അടുത്ത ദിവസം, അതായത് 30-ാം തീയതി രാവിലെ 10 മണിക്ക് എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ 2 ട്രെയിനുകളും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ 06-147 എറണാകുളം ജംഗ്ഷൻ ബാംഗ്ലൂരു കന്റോൺമെന്റ് ട്രെയിനും, രണ്ടാമത്തെ ട്രെയിൻ 06-148 ബാംഗ്ലൂരു കന്റോൺമെന്റ് എറണാകുളം ജംഗ്ഷൻ എന്ന നമ്പറിലുമാണ് ഓടുന്നത്. ഇതിനോടകം തന്നെ ടിക്കറ്റ് കിട്ടാത്തവരോ യാത്ര മുടങ്ങിപ്പോയവരോ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ ഉള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിക്കാം. ഇപ്പോൾ തന്നെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന അറിയിപ്പ് കൂടി നൽകാവുന്നതാണ് സുജയ.